സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മളുടെ 2024 RRB PO ആൻഡ് ക്ലർക്കിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. ഈ വർഷത്തെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ്. ഓഗസ്റ്റിൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. എല്ലാവരും തിരക്കിട്ട എക്സാം പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. അപ്പോഴാണ് നിങ്ങൾ ഒരു ചെറിയ ന്യൂസ് കേൾക്കുന്നത് അല്ലെ. നമ്മുടെ എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നോ? കഴിഞ്ഞ വർഷം നടന്നതുപോലെ അല്ലയോ IBPS RRB PO ആൻഡ് ക്ലർക്കിന്റെ എക്സാം നടക്കാൻ പോകുന്നത്? എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ? ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ ആരും ടെൻസ്ഡ് ആകേണ്ടയോ പാനിക് ആകേണ്ടയോ ആവശ്യമില്ല. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എന്താണ് ഈ ഒരു വർഷം വ്യത്യാസം വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ IBPS RRB PO ആൻഡ് ക്ലർക്കിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്? നമുക്ക് പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് 2 സബ്ജക്റ്റ് ആണുള്ളത്, റീസണിംഗ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി. രണ്ടിനും 40 ക്വസ്റ്റ്യൻസ് വീതം. ഓരോ ക്വസ്റ്റ്യന് ഓരോ മാർക്ക്. 40 ടോട്ടൽ 80 ക്വസ്റ്റ്യൻസും 80 മാർക്കും ആണ് നമുക്ക് RRBക്ക് ഉള്ളത് അല്ലെ. ഇതിന് രണ്ടിനും കൂടെ നമുക്ക് ടോട്ടൽ കിട്ടുന്ന ടൈം എത്രയാണ്? 45 മിനിറ്റ് ആണ്. ഞാൻ എടുത്തൊരു കാര്യം പറഞ്ഞു, രണ്ടിനും കൂടെ 45 മിനിറ്റ് അല്ലെ. കഴിഞ്ഞ വർഷം വരെയും നമ്മൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റീസണിങ്ങിന് ഇത്ര ടൈം അല്ലെങ്കിൽ ക്വാണ്ടിന് ഇത്ര ടൈം എന്നില്ലായിരുന്നു. രണ്ടിനും കൂടെയാണ് 45 മിനിറ്റ്. ഓരോരുത്തരും അവരവരുടെ സ്ട്രോങ് ഏരിയ ഏതാണോ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാകുക അല്ലെ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ള എക്സാംസോ, അതായത് നമ്മുടെ IBPS PO, IBPS ക്ലർക്ക്, SBI PO, SBI ക്ലർക്ക്, RBI അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമിന് നമുക്ക് ഇംഗ്ലീഷ് കൂടെ ഉണ്ട്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്. റീസണിംഗ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്. ഇതിന് ഓരോന്നിനും നമുക്ക് എത്ര മിനിറ്റ് കിട്ടുമായിരുന്നു? 20 മിനിറ്റ്. അതായത് ബാക്കി RRB ഒഴികെയുള്ള ബാക്കി എല്ലാ എക്സാമിനും എന്തുണ്ട്? സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും 20 മിനിറ്റ്. ഓരോന്നിനും സെപ്പറേറ്റ് 20 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. RRBക്ക് ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബാക്കിയുള്ള എക്സാംസിനെ വെച്ച് നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഇല്ലായിരുന്നു. ഈ വർഷം അപ്പോൾ സെക്ഷണൽ ടൈമിംഗ് വന്നോ? നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതേണ്ട ഇവിടെ ഡ്യൂറേഷൻ്റെ അവിടെ ഈ ഡ്യൂറേഷൻ്റെ സൈഡിൽ ബ്രാക്കറ്റിൽ ഒരു ഡോളർ സൈൻ കൊടുത്തിരുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? നോട്ടിഫിക്കേഷൻ വായിച്ചപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചോ? അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാംസിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്താണ് ഈ ഡോളർ സൈൻ? ഈ ഡോളർ സൈൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇതേണ്ടേ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഡോളർ എന്താണ്? IBPS reserves right to make the duration of test separate for each test. അതായത് RRBക്ക് ഈ പറയുന്ന 2 സെക്ഷനും സെപ്പറേറ്റ് ടൈം കൊടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ സെക്ഷണൽ ടൈമിംഗ് ഇടാനുള്ള സാധ്യതയുണ്ട്. അവര് ഇട്ടിട്ടുണ്ടെന്നോ റീസണിങ്ങിന് ഇത്ര ടൈമെന്നോ അല്ലെങ്കിൽ QA ഇത്ര സമയം കൊണ്ട് ചെയ്യണമെന്നോ ടൈം ഡ്യൂറേഷൻ എത്രയാണെന്നോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ സെക്ഷണൽ ടൈമിംഗ് ഇടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഈ ഡോളർ സിമ്പൽ കൊണ്ട് അവർ സൂചിപ്പിച്ചേക്കുന്നത്. അവരൊരു നോട്ടായിട്ട് തന്നേക്കുക. ഓക്കെ, അതേപോലെ ദിസ് വിൽ ബി ഡ്യൂലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി കാൻഡിഡേറ്റ്സ് ഇൻ ദി ഫോം ഇൻഫർമേഷൻ ഹാൻഡ് ഔട്ട്. അതായത് നമ്മളുടെ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴായിരിക്കും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റുക എത്രയാണ് ടൈം, അല്ലെങ്കിൽ റീസണിങ്ങിന് എത്ര ടൈമാണ്, QAക്ക് എത്ര ടൈമാണ് അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ എത്രയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അന്നേരം മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ അവരിങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം മേ ബി ഒരു സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, കഴിഞ്ഞ വർഷത്തിലെ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നോ? നമുക്കൊന്ന് നോക്കിയാലോ. ഇത് എക്സാം പാറ്റേൺ. ഇതെല്ലാം ഞാൻ നോട്ടിഫിക്കേഷനിൽ നിന്ന് സ്നിപ്പ് ചെയ്തെടുത്തതാണ്, ഞാനായിട്ട് എഴുതിയതല്ല. ഇവിടെ നോക്കിക്കേ. ദേണ്ടേ കഴിഞ്ഞ വർഷത്തിലെ നോട്ടിഫിക്കേഷനകത്തിൽ ജസ്റ്റ് ഡ്യൂറേഷൻ എന്ന് മാത്രമാണ് കൊടുത്തേക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ എക്സാം എഴുതിയതും അങ്ങനെ തന്നെയായിരുന്നു. 45 മിനിറ്റിലായിരുന്നു നമ്മൾ QAയും റീസണിങ്ങും ചെയ്തിരുന്നത്. ഓക്കെ, അവിടെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു നോട്ടായിട്ടോ അല്ലെങ്കിൽ സിമ്പിളായിട്ടോ ഒന്നും ഒരു ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഈ വർഷം മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സെക്ഷണൽ ടൈമിംഗ് ഉണ്ടാകും. അതെങ്ങനെയായിരിക്കും, എത്ര ടൈം ആയിരിക്കും എന്നൊക്കെ അവർ നോട്ടീസിൽ പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. മേ ബി അത് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴായിരിക്കും നമ്മളോട് പറയുക. ഉറപ്പായിട്ടും അവരത് നേരത്തെ നമ്മളോട് ഇൻഫോം ചെയ്യും.
അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, പ്രിലിംസിന് മാത്രമാണോ ഇങ്ങനെ? നമുക്കൊന്ന് നോക്കാം. ഇത് മെയിൻസിന്റെ എക്സാം പാറ്റേൺ ആണ്. നമുക്കറിയാം മെയിൻസിലേക്ക് വരുമ്പോൾ എന്താ വ്യത്യാസം? പ്രിലിംസിൽ ന്യൂമറിക്കൽ എബിലിറ്റിയും പിന്നെന്താ റീസണിങ് മാത്രമാണുള്ളത്. പക്ഷെ നമുക്ക് മെയിൻസിലേക്ക് വരുമ്പോൾ റീസണിങ്, കമ്പ്യൂട്ടർ നോളജ്, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറും എക്സ്ട്രാ ജനറൽ അവയർനെസ്സും, ഈ 2 സബ്ജക്റ്റും കൂടെ വരും. ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാം. 40 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. കമ്പ്യൂട്ടർ നോളജ് അഗെയിൻ 40 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അതേപോലെ ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. സിമിലർലി ന്യൂമറിക്കൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻസ് ആൻഡ് 50 മാർക്ക്. കഴിഞ്ഞ വർഷം വരെയും ഇതെല്ലാത്തിനും കൂടെ എത്ര ടൈം ആയിരുന്നു? 2 മണിക്കൂറായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, ഇന്നതിന് അതായത് GAക്ക് ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ റീസണിങ്ങിന് ഇത്ര മിനിറ്റ് എന്ന് അവർ പറയില്ല. ടോട്ടൽ 2 മണിക്കൂർ എടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്ട്രോങ് സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മളായിരുന്നു നമ്മളുടെ കൺവീനിയൻസ് പോലെ ടൈം ഡിവൈഡ് ചെയ്ത് ടോട്ടലായിട്ട് 2 അവേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഈ വർഷവും അതേ ഡോളർ സിമ്പൽ അവരെവിടെ കൊടുത്തിട്ടുണ്ട്? മെയിൻസിന്റെ എക്സാം പാറ്റേണിലും കൊടുത്തിട്ടുണ്ട്. സെയിം അവരിതേ അത് ഇവിടെയും എഴുതിയിട്ടുണ്ട്. ഇതേത് പോസ്റ്റാ? ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ്, ദാറ്റ് മീൻസ് ക്ലറിക്കൽ പോസ്റ്റ്. ഇതേപോലെ തന്നെ എവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓഫീസർ സ്കെയിൽ 1 PO പോസ്റ്റിനും ഇത് ബാധകമാണ്. നിങ്ങൾ നോക്കുക. ക്ലിയർ? സെയിം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ സെയിം ആണ്. ടോട്ടൽ 2 മണിക്കൂറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഈ പ്രാവശ്യം സെക്ഷണൽ ടൈമിങ്ങിന് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അതിന് ടെൻസ്ഡ് ആണോ നിങ്ങൾ? എന്തിനാ ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഈ RRB ഒഴികെയുള്ള എല്ലാ എക്സാംസും സെക്ഷണൽ ടൈമിംഗ് വെച്ച് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഇംഗ്ലീഷിനും 20 മിനിറ്റ്സ് എടുത്താൽ ചെയ്തുകൊണ്ടിരുന്നത്. പ്രിലിംസിന് QAയും എത്രയാ? 20 മിനിറ്റ്സ് എടുത്താൽ ചെയ്തേ. 35 ക്വസ്റ്റ്യൻസ്. റീസണിങ്ങും 20 മിനിറ്റ്സ് 35 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? RRB മാത്രമല്ലേ നമ്മൾ ഒരുമിച്ച് 45 മിനിറ്റ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് ഓൾറെഡി എന്തുണ്ട്? ഒരു പരിചയമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇത്രയും നാള് RRBയുടെ മോക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പ്രിലിംസ് മോക്ക് ചെയ്തുകൊണ്ടിരുന്നത് 45 മിനിറ്റ് എടുത്തിട്ടല്ലേ? അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് പാറ്റേൺ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് സമയമുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ ടെൻസ്ഡ് ആകുന്നത്? ഇപ്പൊ ജൂൺ ആയതേ ഉള്ളൂ. ജൂലൈ കൂടെ നമുക്ക് ടൈം ഉണ്ട് അല്ലെ? ഓഗസ്റ്റ് 3-നാണ് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മോക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ 45 മിനിറ്റ്സിന്റെ മോക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. കാരണം ഓൾറെഡി നേരത്തെ ഇതുവരെ ഒരു പാറ്റേൺ ചേഞ്ച് ഇല്ല. സോ അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. നിങ്ങൾ ഒരെണ്ണം 22, 23 അല്ലെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓൾമോസ്റ്റ് ഈ ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് സെപ്പറേറ്റ് ടൈമർ ഓൺ ആക്കി വെക്കുക. നമുക്ക് ക്വാണ്ടും റീസണിങ്ങും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നത് റീസണിങ്ങാ അല്ലെ? സോ 22 മിനിറ്റ്സ് എടുത്ത് റീസണിങ് ചെയ്യുക, 23 മിനിറ്റ്സ് എടുത്ത് QA ചെയ്യുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ടെൻസ്ഡ് ആകുകയല്ല വേണ്ടത്. നമ്മൾ എങ്ങനെയാണോ വരാൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ഇങ്ങനെയൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ സോ ഇവരിങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഒരു ചേഞ്ചിന് സാധ്യതയുണ്ട്. സെക്ഷണൽ ടൈമിംഗ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിരിക്കാം? പ്രിപ്പയർ ചെയ്തിരിക്കാം. ഓക്കെ, സോ അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രിപ്പറേഷനിലായിരിക്കണം. ഓക്കെ, നമ്മളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ക്ലാസ് ജൂൺ 19-നാണ് സ്റ്റാർട്ട് ആകുക. നിങ്ങളുടെ പ്രിലിംസ് ഓക്കെ ആണ്, നിങ്ങൾക്ക് പ്രിലിംസിന് അത്യാവശ്യം സ്കോർ കിട്ടുന്നുണ്ട്, ബേസ് ഒക്കെ അത്യാവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ അതിൽ കവർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ RRB എക്സാമിന് മുന്നേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും DPP എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ സെക്ഷണൽ മോക്ക് ടെസ്റ്റും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും മെയിൻസിന്റെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻസിന് മാത്രമല്ല അതിനുശേഷം വരാനുള്ള ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ നമ്മളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, ഇത് മെയിൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്കിലും ഞങ്ങൾക്ക് പ്രിലിംസ് അറിയില്ല, ഞങ്ങൾക്ക് അധികം ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ അച്ചീവേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രിലിംസും മെയിൻസ് ഗ്രൂപ്പ് ഡിസ്കഷൻ പ്ലസ് ഇന്റർവ്യൂ കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ അച്ചീവേഴ്സ് ബാച്ച്. ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ടെൻസ്ഡ് ആകേണ്ട കാര്യമില്ല. കഴിഞ്ഞു പോയ ക്ലാസ്സിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്.
നിങ്ങൾ ഒരു ഇച്ചിരി എഫേർട്ട് ഇട്ട് ആ റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടു തീർക്കാൻ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ആരും ടെൻസ്ഡ് ആകണ്ട. വരാൻ പോകുന്ന RRB PO ആൻഡ് ക്ലർക്കിന് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പോകുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്.